ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് കമ്പാനിയൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡ് ഓർഡർ അഥവാ പദക്രമം. ഇംഗ്ലീഷും മലയാളവും തമ്മിൽ പദക്രമത്തിൽ വലിയ വ്യത്യാസമുണ്ട്. പദക്രമമാണ് ഇംഗ്ലീഷിലെ പ്രധാന അർത്ഥസൂചക ഉപാധികളിൽ ഒന്ന്. ഇംഗ്ലീഷിലെ പദക്രമം സ്വതന്ത്രമല്ല. പദക്രമത്തിന് മാറ്റം വന്നാൽ അർത്ഥത്തിന് മാറ്റം വരും. നേരെ മറിച്ച് മലയാളത്തിൽ പദക്രമത്തിന് മാറ്റം വന്നാലും അർത്ഥത്തിന് വലിയ മാറ്റം വരുന്നില്ല. താഴെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുക. ഉദാഹരണം 1. മേരി വെള്ളം കുടിച്ചു. മേരി വെള്ളം കുടിച്ചു എന്ന പദക്രമത്തിന് മാറ്റം വരുത്തി മേരി കുടിച്ചു വെള്ളം എന്നോ, വെള്ളം മേരി കുടിച്ചു എന്നോ, വെള്ളം കുടിച്ചു മേരി എന്നോ, കുടിച്ചു മേരി വെള്ളം എന്നോ, കുടിച്ചു വെള്ളം മേരി എന്നോ മാറ്റിയാലും മേരി വെള്ളം കുടിച്ചു എന്ന വാക്യത്തിൻ്റെ ആശയം നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് മലയാളത്തിൽ പദക്രമത്തിന് മാറ്റം വന്നാലും അർത്ഥത്തിന് വലിയ മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ പദക്രമത്തിന് മാറ്റം വന്നാൽ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് വലിയ മാറ്റം വരും. താഴെ തന്നിരിക്കുന്ന ഉദാഹരണം നോക്കുക. മേരി ഡ്രാങ്ക് വാട്ടർ. മേരി വെള്ളം കുടിച്ചു. മേരി ഡ്രാങ്ക് വാട്ടർ എന്ന വാക്യത്തിൻ്റെ പദക്രമത്തിന് മാറ്റം വരുത്തി മേരി വാട്ടർ ഡ്രാങ്ക് എന്നോ, വാട്ടർ മേരി ഡ്രാങ്ക് എന്നോ, വാട്ടർ ഡ്രാങ്ക് മേരി എന്നോ, ഡ്രാങ്ക് മേരി വാട്ടർ എന്നോ, ഡ്രാങ്ക് വാട്ടർ മേരി എന്നോ മാറ്റിയാൽ മേരി വെള്ളം കുടിച്ചു എന്ന അർത്ഥം കിട്ടില്ല. അതുകൊണ്ട് പദക്രമത്തിന് മാറ്റം വന്നാൽ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് മാറ്റം വരും എന്ന് മനസ്സിലാക്കാം. ഈ വാക്യത്തിൽ 3 പദങ്ങൾ അഥവാ 3 വാക്യഘടകങ്ങളാണ് ഉള്ളത്. മേരി എന്നതിനെ നമുക്ക് സബ്ജക്റ്റ് എന്ന് വിളിക്കാം. വെള്ളം എന്നതിനെ ഒബ്ജക്റ്റ് എന്നും കുടിച്ചു എന്നതിനെ വേർബ് എന്നും വിളിക്കാം. ഇനി നമ്മൾ ഈ വാക്യത്തിന്റെ ക്രമമൊന്ന് വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. ഉദാഹരണം 1. മേരി വെള്ളം കുടിച്ചു. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്, അതായത് കർത്താവ്, കർമ്മം, ക്രിയ എന്ന പദക്രമമാണ് മേരി വെള്ളം കുടിച്ചു എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 2. മേരി കുടിച്ചു വെള്ളം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അതായത് കർത്താവ്, ക്രിയ, കർമ്മം എന്ന പദക്രമമാണ് മേരി കുടിച്ചു വെള്ളം എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 3. വെള്ളം മേരി കുടിച്ചു. ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ്, അതായത് കർമ്മം, കർത്താവ്, ക്രിയ എന്ന പദക്രമമാണ് വെള്ളം മേരി കുടിച്ചു എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 4. വെള്ളം കുടിച്ചു മേരി. ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ്, അതായത് കർമ്മം, ക്രിയ, കർത്താവ് എന്ന പദക്രമമാണ് വെള്ളം കുടിച്ചു മേരി എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 5. കുടിച്ചു മേരി വെള്ളം. വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, അതായത് ക്രിയ, കർത്താവ്, കർമ്മം എന്ന പദക്രമമാണ് കുടിച്ചു മേരി വെള്ളം എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 6. കുടിച്ചു വെള്ളം മേരി. വെർബ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, അതായത് ക്രിയ, കർമ്മം, കർത്താവ് എന്ന പദക്രമമാണ് കുടിച്ചു വെള്ളം മേരി എന്ന വാക്യത്തിനുള്ളത്. പദക്രമം മാറ്റിയപ്പോൾ മലയാളത്തിൽ അർത്ഥത്തിന് മാറ്റം വന്നില്ല. ഈ വാക്യം ഇംഗ്ലീഷിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്കൊന്ന് പരിശോധിക്കാം. എക്സാമ്പിൾ 1. മേരി ഡ്രാങ്ക് വാട്ടർ. മേരി വെള്ളം കുടിച്ചു. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അഥവാ കർത്താവ്, ക്രിയ, കർമ്മം എന്ന പദക്രമമാണ് മേരി ഡ്രാങ്ക് വാട്ടർ എന്ന വാക്യത്തിനുള്ളത്. എക്സാമ്പിൾ 2. മേരി വാട്ടർ ഡ്രാങ്ക്. ഈ വാക്യത്തിന് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 3. വാട്ടർ മേരി ഡ്രാങ്ക്. ഈ വാക്യത്തിന് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 4. വാട്ടർ ഡ്രാങ്ക് മേരി. ഈ വാക്യത്തിന് ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 5. ഡ്രാങ്ക് മേരി വാട്ടർ. ഈ വാക്യത്തിന് വെർബ്,
സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 6. ഡ്രാങ്ക് വാട്ടർ മേരി. ഈ വാക്യത്തിന് വെർബ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് എന്ന പദക്രമമാണ്. പദക്രമം മാറ്റിയപ്പോൾ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് മാറ്റം വന്നു. ഇവിടെ വാക്യം ഒന്ന് മാത്രമാണ് അർത്ഥപൂർണം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഉദാഹരണം 2. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു എന്ന പദക്രമത്തിന് മാറ്റം വരുത്തി മൊയ്തീൻ സ്നേഹിച്ചു കാഞ്ചനയെ എന്നോ, കാഞ്ചനയെ മൊയ്തീൻ സ്നേഹിച്ചു എന്നോ, കാഞ്ചനയെ സ്നേഹിച്ചു മൊയ്തീൻ എന്നോ, സ്നേഹിച്ചു മൊയ്തീൻ കാഞ്ചനയെ എന്നോ, സ്നേഹിച്ചു കാഞ്ചനയെ മൊയ്തീൻ എന്നോ മാറ്റിയാലും മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു എന്ന വാക്യത്തിന്റെ ആശയം നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മലയാളത്തിൽ പദക്രമത്തിന് മാറ്റം വന്നാലും അർത്ഥത്തിന് വലിയ മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ പദക്രമത്തിന് മാറ്റം വന്നാൽ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് വലിയ മാറ്റം വരും. മൊയ്തീൻ ലവ്ഡ് കാഞ്ചന. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു. ഈ വാക്യത്തിൽ സബ്ജക്റ്റ് അഥവാ കർത്താവ് മൊയ്തീൻ, ഒബ്ജക്റ്റ് അഥവാ കർമ്മം കാഞ്ചന, വെർബ് അഥവാ ക്രിയ ലവ്ഡ്. മൊയ്തീൻ ലവ്ഡ് കാഞ്ചന. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അഥവാ കർത്താവ്, ക്രിയ, കർമ്മം എന്ന പദക്രമമാണ് മൊയ്തീൻ ലവ്ഡ് കാഞ്ചന എന്ന വാക്യത്തിനുള്ളത്. എന്നാൽ ഈ പദക്രമത്തിന് മാറ്റം വരുത്തി മൊയ്തീൻ കാഞ്ചന ലവ്ഡ് എന്നോ, കാഞ്ചന മൊയ്തീൻ ലവ്ഡ് എന്നോ, കാഞ്ചന ലവ്ഡ് മൊയ്തീൻ എന്നോ, ലവ്ഡ് മൊയ്തീൻ കാഞ്ചന എന്നോ, ലവ്ഡ് കാഞ്ചന മൊയ്തീൻ എന്നോ മാറ്റിയാൽ മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു എന്ന അർത്ഥം കിട്ടില്ല. അതുകൊണ്ട് പദക്രമത്തിന് മാറ്റം വന്നാൽ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് മാറ്റം വരും എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് മലയാളത്തിൽ ഈ വാക്യത്തിന്റെ പദക്രമം ഒന്ന് പരിശോധിക്കാം. ഉദാഹരണം 1. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് അഥവാ കർത്താവ്, കർമ്മം, ക്രിയ എന്ന പദക്രമമാണ് മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 2. മൊയ്തീൻ സ്നേഹിച്ചു കാഞ്ചനയെ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അഥവാ കർത്താവ്, ക്രിയ, കർമ്മം എന്ന പദക്രമമാണ് മൊയ്തീൻ സ്നേഹിച്ചു കാഞ്ചനയെ എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 3. കാഞ്ചനയെ മൊയ്തീൻ സ്നേഹിച്ചു. ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ് അഥവാ കർമ്മം, കർത്താവ്, ക്രിയ എന്ന പദക്രമമാണ് കാഞ്ചനയെ മൊയ്തീൻ സ്നേഹിച്ചു എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 4. കാഞ്ചനയെ സ്നേഹിച്ചു മൊയ്തീൻ. ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ് അഥവാ കർമ്മം, ക്രിയ, കർത്താവ് എന്ന പദക്രമമാണ് കാഞ്ചനയെ സ്നേഹിച്ചു മൊയ്തീൻ എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 5. സ്നേഹിച്ചു മൊയ്തീൻ കാഞ്ചനയെ. വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് അഥവാ ക്രിയ, കർത്താവ്, കർമ്മം എന്ന പദക്രമമാണ് സ്നേഹിച്ചു മൊയ്തീൻ കാഞ്ചനയെ എന്ന വാക്യത്തിനുള്ളത്. ഉദാഹരണം 6. സ്നേഹിച്ചു കാഞ്ചനയെ മൊയ്തീൻ. വെർബ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് അഥവാ ക്രിയ, കർമ്മം, കർത്താവ് എന്ന പദക്രമമാണ് സ്നേഹിച്ചു കാഞ്ചനയെ മൊയ്തീൻ എന്ന വാക്യത്തിനുള്ളത്. പദക്രമം മാറ്റിയപ്പോൾ മലയാളത്തിൽ അർത്ഥത്തിന് മാറ്റം വന്നില്ല. ഇനി നമുക്ക് ഈ വാക്യം ഇംഗ്ലീഷിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമൊന്ന് പരിശോധിക്കാം. എക്സാമ്പിൾ 1. മൊയ്തീൻ ലവ്ഡ് കാഞ്ചന. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അഥവാ കർത്താവ്, ക്രിയ, കർമ്മം എന്ന പദക്രമമാണ് ഈ വാക്യത്തിനുള്ളത്. എക്സാമ്പിൾ 2. മൊയ്തീൻ കാഞ്ചന ലവ്ഡ് എന്ന വാക്യത്തിന് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 3. കാഞ്ചന മൊയ്തീൻ ലവ്ഡ് എന്ന വാക്യത്തിന് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 4. കാഞ്ചന ലവ്ഡ് മൊയ്തീൻ. കാഞ്ചന മൊയ്തീനെ സ്നേഹിച്ചു. സബ്ജക്റ്റ്, വെർബ്,
ഒബ്ജക്റ്റ് അഥവാ കർത്താവ്, ക്രിയ, കർമ്മം എന്ന പദക്രമമാണ് ഈ വാക്യത്തിനുള്ളത്. എക്സാമ്പിൾ 5. ലവ്ഡ് മൊയ്തീൻ കാഞ്ചന എന്ന വാക്യത്തിന് verb, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന പദക്രമമാണ്. എക്സാമ്പിൾ 6. ലവ്ഡ് കാഞ്ചന മൊയ്തീൻ എന്ന വാക്യത്തിന് verb, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് എന്ന പദക്രമമാണ്. ഉദാഹരണം 1. മൊയ്തീൻ ലവ്ഡ് കാഞ്ചന. മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചു. ഉദാഹരണം 4. കാഞ്ചന ലവ്ഡ് മൊയ്തീൻ. കാഞ്ചന മൊയ്തീനെ സ്നേഹിച്ചു. പദക്രമം മാറ്റിയപ്പോൾ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് മാറ്റം വന്നുവെന്ന് ഉദാഹരണം 1 നിന്നും ഉദാഹരണം 4 നിന്നും മനസ്സിലാക്കാം. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് അഥവാ കർത്താവ് ഏതെന്നും ഒബ്ജക്റ്റ് അഥവാ കർമ്മം ഏതെന്നും തീരുമാനിക്കുന്നത് പദക്രമത്തിലുള്ള വ്യത്യാസം അനുസരിച്ചാണ്. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, verb അഥവാ കർത്താവ്, കർമ്മം, ക്രിയ എന്നതാണ് മലയാളത്തിൻ്റെ അടിസ്ഥാന പദക്രമം. നേരെ മറിച്ച് സബ്ജക്റ്റ്, verb, ഒബ്ജക്റ്റ് അഥവാ കർത്താവ്, ക്രിയ, കർമ്മം എന്നതാണ് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന പദക്രമം. എന്നാൽ സാഹിത്യഭാഷയിലും ആലങ്കാരിക പ്രയോഗത്തിലും വാക്യത്തിന് ഊന്നൽ നൽകേണ്ട സന്ദർഭങ്ങളിലും ഇംഗ്ലീഷിൽ പദക്രമത്തിന് മാറ്റം വരാവുന്നതാണ്. ഉദാഹരണം: മണി ഐ നീഡ്. പണമാണ് എനിക്കാവശ്യം. സബ്ജക്റ്റ്, verb, ഒബ്ജക്റ്റ് എന്ന സാധാരണ പദക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, verb എന്ന പദക്രമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുക വഴി ഒബ്ജക്റ്റിന് ഊന്നൽ ലഭിച്ചിരിക്കുന്നു. വേറൊരു ഉദാഹരണം: fallen is Babylon. ബാബേൽ വീണിരിക്കുന്നു. സബ്ജക്റ്റ്, verb, കോംപ്ലിമെന്റ് എന്ന പദക്രമത്തിന് വിപരീതമായി കോംപ്ലിമെന്റ്, verb, സബ്ജക്റ്റ് എന്ന പദക്രമമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ആഡ്വേർബിയൽ എന്ന വാക്യഘടകത്തെ മാത്രമാണ് വാക്യത്തിൽ സ്വതന്ത്രമായി മാറ്റാൻ കഴിയുന്നത്. ഉദാഹരണം: യൂഷ്വലി മൈ ബ്രദർ എൻജോയ്സ് മ്യൂസിക്. സാധാരണയായി എൻ്റെ സഹോദരൻ സംഗീതം ആസ്വദിക്കുന്നു. ആ വാക്യം തന്നെ മൈ ബ്രദർ യൂഷ്വലി എൻജോയ്സ് മ്യൂസിക് എന്നും പറയാൻ കഴിയും. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ ആഡ്വേർബിയൽ, സബ്ജക്റ്റ്, verb, ഒബ്ജക്റ്റ് എന്ന പദക്രമമാണ്. രണ്ടാമത്തെ വാക്യത്തിൽ സബ്ജക്റ്റ്, ആഡ്വേർബിയൽ, verb, ഒബ്ജക്റ്റ് എന്ന പദക്രമമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പദക്രമത്തിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. We'll be back with another aspects of English language. Lesson prepared by Shaji M. David. Narrated by Binila.